ആ സ്റ്റാർട്ട് ചെയ്തു. നെക്കി പിടിയുന്ന ബർഗർ. അതിന്റെ അകത്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചു. മഗ് ബാങ്കറിനെ വിളിച്ചേണ്ട. ബ്രെഡൊക്കെ ചപ്പാത്തിയൊക്കെ കുറച്ചുകൂടി പ്രഷർ കിട്ടും, നല്ലതാ. പക്ഷെ അതിന്റെ അകത്ത് ഇങ്ങനെ ഇതാവും. അതിപ്പോ നമുക്ക് വൃത്തി നോക്കി ഇരിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനുണ്ട്? പുളിയുണ്ട്. വേറെന്തെങ്കിലും കഴിക്കാൻ പറ്റുമല്ലോ? കഴിച്ചു 10,000 രൂപ എല്ലാം കഴിച്ചു തന്നിട്ട് എല്ലാരെയും കാണിക്കണം. നമുക്ക് ഇപ്രാവശ്യം ഒരു തീരുമാനമാക്കി എടുക്കേണ്ടത്. ഇതുവരെ വന്ന എല്ലാ കണ്ടസ്റ്റിനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് തന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ കഴിച്ചില്ലെങ്കിൽ തനിക്കുന്നാണെങ്കിൽ എനിക്കുന്നാണെങ്കിൽ എനിക്കങ്ങനെ പൊതുവെ എല്ലാരും നല്ല വിശ്വാസമാണ്. കഴിഞ്ഞ വീട് കണ്ടില്ലേ എത്ര പ്രോത്സാഹിപ്പിച്ച ആൾക്കാരെ. പ്രോത്സാഹനം എപ്പോഴും കൂടെ കാണും. കഴിച്ചോ? താൻ പറഞ്ഞ വെജ് മയനീസ് തുറന്നു തരട്ടെ? യുവർ വിഷ് ഈസ് മൈ കമാൻഡ് എന്ന് പറയാം. സംസാരിക്കാൻ ഗ്യാപ്പ് കിട്ടുന്നില്ല. അത് ഇത്ര വലിയ ബർഗർ ഉണ്ടാക്കിയിരിക്കില്ല. സത്യമല്ലേ പറഞ്ഞത്? ആ ബർഗർ തീരാറായല്ലേ? നോ ഓഫൻസ്, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനെക്കാട്ടിലും മെലിഞ്ഞിരിക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിപ്പ് കൊണ്ടാണ് ഞാൻ വിചാരിച്ചൊരു 10 കിലോ കൂടുവന്ന്. ഒന്നും